മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മകരവിളക്ക് ദർശിക്കാൻ കൂടുതൽ ദിവസം സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകരെ നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്നും നാളെയുമായി സന്നിധാനത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. സജി സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, പ്രധാനമായും ആളുകളുടെ തിരക്കാണ്. എത്രത്തോളം ആളുകളെ ഇത്തരത്തിൽ തങ്ങാൻ അനുവദിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്? സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചോ? വിവരം സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ, ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. എത്ര പേർക്ക് അവിടെ തങ്ങാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥതല യോഗം ഇന്നും നാളെയുമായി ചേരും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. നിരവധി ഭക്തരാണ് ഈ മണ്ഡല കാലത്ത് സന്നിധാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ താമസിച്ച് മകരവിളക്ക് കാണാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ്. അവിടെ നിൽക്കുന്നവരെ തിരിച്ചയക്കേണ്ട എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഭക്തർക്ക് നിന്ന് മകരവിളക്ക് കണ്ടതിന് ശേഷം തിരിച്ച് മലയിറങ്ങാം എന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡ്. ഉദ്യോഗസ്ഥതല യോഗം ഇന്നും നാളെയുമായി ചേർന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. സജീവ് സി വാര്യർ വീണ്ടും ചേരുന്നുണ്ട്. സജീവ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം അവശേഷിച്ച് ഇന്നും നാളെയുമായിട്ട് ഉദ്യോഗസ്ഥതല യോഗം ചേരും. സന്നിധാനത്ത് തന്നെ യോഗങ്ങൾ ചേരാനാണ് ഉദ്ദേശിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ് പ്രധാനമായ അജണ്ട. പമ്പ, ഹിൽ ടോപ്പ് തുടങ്ങിയിട്ടുള്ള മേഖലകൾ, വ്യൂ പോയിന്റുകളുടെ സുരക്ഷാ സാധ്യത പോലീസും വിവിധ ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ മിനിയാനുമായി അത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തി. മുൻ വർഷങ്ങളിൽ ഉണ്ടായ തിരക്ക് ഇക്കൊല്ലവും ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മകരവിളക്ക് ദിനത്തിലും അതുപോലെ തലേ ദിവസവും വെർച്വൽ ക്യൂ വഴിയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 50,000-ഉം അതുപോലെ 40,000-ഉമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആശ്വാസമാകും എന്നാണ് പ്രതീക്ഷ. സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ സന്നിധാനത്തും മറ്റിടങ്ങളുമായി വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. നിലവിൽ മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ദിവസം മുതൽ ദിവസേന ശരാശരി 1,00,000-ൽ പരം തീർത്ഥാടകരാണ് ദർശനത്തിന് എത്തിയിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി മാത്രമാണ് 1,00,000-ൽ താഴെ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ഓഫീസർ സുജിത്താസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി സജീവ്. പടി കയറിയ ആളുകളുടെ എണ്ണം ഇന്നും ചെറിയ തോതിലുള്ള 1,00,000-ൽ താഴെ ആളുകൾ മാത്രമേ പടി ചവിട്ടുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും 14-15 ദിവസങ്ങളിൽ
നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരുപാട് പേർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിയന്ത്രണാതീതമായി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. നേരത്തെ മുൻ വർഷങ്ങളിലെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം, വലിയ തോതിൽ തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഉള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ സുഗമമായ ദർശനം സാധ്യമാകും. അതുകൊണ്ട് പ്രായമായവരും കുട്ടികളുമെല്ലാം ആ സമയത്തേക്ക് യാത്ര മാറ്റിവെക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. അതിനൊപ്പം വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്ന പദ്ധതി കൂടി ഉണ്ട്. ഇന്നലെ പരിശോധനകളെല്ലാം നടന്നു. ഇന്ന് വ്യൂ പോയിന്റുകൾ തയ്യാറാക്കി അതിൻ്റെ അന്തിമമായ ഒരു രൂപം വരും. മകരവിളക്ക് നല്ല തോതിൽ ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. നന്ദി സജീവ്.